ഇത് കടിഞ്ഞില്ലട്ടാ, ഇത് കടിഞ്ഞില്ല. ഇനി പ്രസവിക്കാൻ 10 to 15 ദിവസം പിടിക്കും. ഇത് അത് രണ്ടാം പേര് ടൈപ്പ്. അത് കാണിക്കാം. ഇതിന്റെ വില നമുക്ക് വില അറിയണം. അതെ അതെ, ഇത് രണ്ടും ഒരുമിച്ച് മേടിച്ചു. 85,000 മീനിയെ മേടിച്ചിട്ടുണ്ട്. ശരി, രണ്ടിന് ആവറേജ് 85 മീനി. ഓക്കെ. ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ എത്ര 85 ചേട്ടാ? ഇത് തണിച്ച് കൊടുത്താൽ ഇത് കൂട്ടി കൊടുക്കണം. അത് കുറച്ച് വില താല്പിച്ചു. ഇത് രണ്ടും ഒരുമിച്ച് ജെർസിയിൽ ചേരും. ഓക്കെ. അപ്പൊ ഇത് കാണിക്കും. ഇത് നമ്മുടെ ഇത് HF ചേരും. പ്രായം കമ്മി, കണ്ണിയാണ് കന്നിപ്പശു. നമ്മുടെ കുറച്ച് വില കൂടി പോകും. ഓക്കെ. നമ്മുടെ ഇത് ജേഴ്സി. ഇത് ജെർസി. ഇത് എത്രാമത്തെ ആടാ ഇത്? ചേട്ടാ ഇത് 2 ഇല്ലെങ്കിൽ 3 ഉണ്ടാവും. 2. അതാ 2 ഇല്ലെങ്കിൽ 3 ഉണ്ടല്ലേ? അതെ. ചേന ഇനി 10 to 15 ദിവസം പിടിക്കും. ആ പശുവിന്റെ ഉടമസ്ഥന് മതി, ഞാൻ ഒരു 10 to 15 ദിവസം അയാൾ കുഴപ്പമില്ല, അവിടെ കൊണ്ട് പ്രസവിക്കുന്ന പറഞ്ഞു. 4 കാമ്പ് ഗ്യാരണ്ടി കൊടുത്തു. 4 കാമ്പ് സൗകര്യം പറഞ്ഞ് മരുപിലായിട്ട് മുമ്പേ, അത് പ്രസവിക്കും മുമ്പേ ഒരു ചില പക്ഷേ ഗർഭപാത്രം പുറത്തുള്ളൂ. അതൊക്കെ നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ 2 എണ്ണം നമ്മുടെ കോഴിക്കോടാണ്. ഒരു HF, ഒരു ജേഴ്സി. രണ്ടുകൂടെ ആവറേജ് ഒരു 85 മേനി കൊടുത്തിട്ടുണ്ട്. മേനിക്ക് എടുത്തിട്ടുണ്ട്. രണ്ടുകൂടെ ഒരുമിച്ച് എടുത്തോണ്ടാണ്. പിന്നെ മറ്റു 2 എണ്ണം കാണിച്ചേട്ടാ. ഇത് 3-ാം പേരാ. 3-ാം പ്രസവിച്ചിട്ട് പ്രായമുള്ള പശു അല്ലേ? ഇത് പ്രായമുണ്ട്. എന്നാ വിലക്ക് എടുത്ത് ചേട്ടാ? ഇത് 70,000 അല്ലേ? അത് കുറച്ച് അത് 2-ാം പേര്. അത് കുറച്ച് വില കൂടും. അല്ലേ? ഇതിപ്പോ 70 എടുത്തു. ഇത് 70 എടുത്തു. ലാസ്റ്റ് എത്ര രണ്ടാമത്തേനകത്ത് എത്ര പാൽ കിട്ടിയെന്നല്ല? ചേട്ടാ കഴിഞ്ഞ പേരില് 20 ലിറ്റർ കിട്ടിയത്. കഴിഞ്ഞ പേരില് ഈ പേരില് 22 അപ്പടിയെല്ലാം പറഞ്ഞു. നമ്മ ഒരു 18 ലിറ്റർ പറഞ്ഞു കൊടുത്തു. അത്രേ ഉള്ളൂ. ഇത് 2-ാം പേര് ടൈപ്പാട്ടാ. ഇനി പ്രസവിക്കാണ് ഒരു 25 ദിവസം ഗ്യാപ്പ് അടിക്കും. ഗ്യാപ്പ് ഉണ്ട്. അതെ, മടി ശരിക്കും 75 എടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടോടെ ഒരു 1.45 വന്നിട്ടില്ല അല്ലെ? വീഡിയോ എല്ലാം കാണിച്ചിട്ട് പകുതി എമൗണ്ട് അയച്ചു, ബാലൻസ് അവിടെ ഇറങ്ങുമ്പോൾ സൈഡിലാണ്. അപ്പൊ നിങ്ങൾ തന്നെ വണ്ടി നിങ്ങളുടെ തന്നെയാണ്? വണ്ടി നമ്മൾക്ക് പരിചയമുള്ള വണ്ടി, ഇറക്കിയിട്ട് പൈസ കൊടുക്കുന്ന അങ്ങനെ ചെയ്തേക്കുന്നത്. ജനപശുക്കളായിക്കോട്ടെ, പ്രസവിച്ചായിക്കോട്ടെ, പശു കുട്ടികളായിക്കോട്ടെ അല്ലേ? പകുതി കയറി അറക്കര നമ്മുടെ നാട്ടിലെ ഇടക്കറവാന്നല്ലേ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മണിയഞ്ചേട്ടൻ നമ്പർ വീഡിയോക്കകത്തുണ്ട്. നമ്മൾ മെയിനായിട്ട് ഏതൊക്കെ ഏരിയയിൽ പോയാണ് പശുക്കൾ എടുക്കുന്നത്? ചേട്ടാ നമ്മൾ ഒന്ന് പൊള്ളാച്ചി, ഉടമലപ്പേട്ട, പളനി. ഏன்னா இதெல்லாம் കുറച്ച് ചൂടുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തിൽ എടുക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം കൃഷിയിലെ മെയിനായിട്ട് കൃഷിയിലെ പറമ്പിലെ കൈകെട്ടി ഇതുമേ ചന്ത ഇണത്തപ്പെട്ട പശുക്കളില്ല. നമ്മൾ എടുക്കില്ല, മാക്സിമം എടുക്കില്ല. ചന്ത പശു ഒന്നും എല്ലാം പുറത്തല്ലോ എല്ലാം ഒരുമിച്ചുണ്ടാകുമ്പോൾ അത് ഏത് പശു ഉണ്ടാകാൻ പറയാൻ പറ്റത്തില്ല. ഏത് വീടുകളിലുള്ള പശുക്കളാണ്, നമ്മൾക്ക് അറിഞ്ഞ പരിചയമുള്ള പശുക്കള. അതുകൊണ്ട് 4 കാമ്പ് ഗ്യാരണ്ടി, മരുവിലെടുക്കുന്ന ഗ്യാരണ്ടി പറയുന്നത്. അതുകൊണ്ടാണ് വേറെ. ഇത് ഫാമാണ്, നിങ്ങൾ കണ്ടാൽ അറിയും. വലിയ ഫാം. ഈ ഫാമിന് എടുത്തില്ല, ഒരുമിച്ച് എടുത്തില്ല. പുറത്തുനിന്ന് ചന്തയിൽ നിന്ന് കൊണ്ടുവന്ന് എടുത്തില്ല. നമ്മൾ കുറെ പശുക്കളാകുന്നുണ്ട്, ഒരു 10-30 പശുക്കളുണ്ട്. അതിനകത്ത് 4 പുള്ളിക്കാരൻ രാവിലെ കച്ചവടമാക്കി അതിന് വൈകുന്നേരം കയറ്റാൻ വേണ്ടിയുള്ള സമയത്താണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വരുന്നതിന് മുമ്പ് ഇവിടെ വിളിക്കുക, നിങ്ങളുടെ ബഡ്ജറ്റ് പറയാം, നിങ്ങളുടെ ആവശ്യം പറയാം, നിങ്ങളുടെ ഏത് ബ്രീഡർ പറയാം, എത്ര വേണമെന്ന് പറയാം, എന്നിട്ട് എടുത്തോണ്ട് പോവാം. നിങ്ങളെ തൃപ്തിയിൽ ഏത് പറഞ്ഞാലും നമ്മൾ